ഇടതുക സർ, തിരിച്ചു വരാം. ശ്രീ മോഹൻ വർഗീസ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, വല്ലാത്ത സാഹചര്യമാണ്. നമ്മൾ നേരത്തെ ഗാസയുടെ കാര്യം ഒരുപാട് ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഗാസ വിട്ട് ഇവിടെ ലബനനിൽ നിരവധി സാധാരണ ആളുകൾ മരിച്ചു വീഴുന്ന പശ്ചാത്തലമുണ്ട്. തിരിച്ചും ആക്രമണമുണ്ട്. എന്താണ് ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ, യുദ്ധങ്ങൾ ലോകത്തിന് സമ്മാനിക്കുക? എന്ത് മാറ്റമാണ് ഈ നമ്മുടെ പല മേഖലകളിലും, പശ്ചിമേഷ്യയിലടക്കമുള്ള മേഖലകളിൽ സംഭവിപ്പിക്കുന്നത്? ഇസ്രായേലിനെതിരെ ഒന്നിലധികം യുദ്ധ മുന്നണികൾ, ഒന്നിലധികം പോർമുഖങ്ങൾ തുറക്കാനായി അറബി രാജ്യങ്ങൾ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇറാന്റെ പ്രോക്സീസായ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സമൂഹങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോർമുഖത്ത് മാത്രം നിന്ന് പോരാടാനാവില്ല. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹമാസിന്റെ കേപ്പബിലിറ്റീസ് ഏതാണ്ട് 90% ഇപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് ഹമാസിനേക്കാൾ 3-4 മടങ്ങ് ശക്തിയുള്ള, ആൾബലമുള്ള ആയുധ സംഘമായ ഷിയ മിലിഷ്യയായ ഹിസ്ബുള്ള. ലെബനന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹിസ്ബുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലേക്ക് നിരന്തരമായ ഷെല്ലാക്രമണവും റോക്കറ്റ് ആക്രമണവും നടക്കുകയാണ്. അങ്ങനെ 60,000-ൽ പരം ഇസ്രായേലി പൗരന്മാരെ വടക്കൻ ഇസ്രായേലിൽ നിന്ന് ഒഴിപ്പിച്ചു കൊണ്ടുപോകേണ്ടി വന്നു. അവരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ നടക്കുന്നത്. അതിനുവേണ്ടിയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു ബഫർ സോൺ തെക്കൻ ലെബനനും വടക്കൻ ഇസ്രായേലിനും ഇടയിലുള്ള ഒരു ചെറിയ ഒരു ബഫർ, ഒരു ന്യൂട്രൽ ബഫർ, യുദ്ധമില്ല ഒരു അതിർത്തി തുറക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ. അങ്ങനെയെങ്കിൽ ഹിസ്ബുള്ളയുടെ പ്രഹരശേഷിയെ പരമാവധി നഷ്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. അതാണ് ഇപ്പോൾ കടന്നു വരുന്നത്. അപ്പൊ ഇത് 3 വേവായിട്ടാണ് ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള അറ്റാക്ക്. ആദ്യം പേജർ ആക്രമണം നടന്നു. അതിന്റെ ഞെട്ടലിൽ നിന്ന് മോചനം നേടുന്നതിന് മുമ്പ് അവരുടെ ശവസംസ്കാര ചടങ്ങിനിടയിൽ പോലും പേജറുകൾ മാത്രമല്ല വോക്കി ടോക്കികളും മറ്റ് ഡിവൈസസും എല്ലാം പൊട്ടിത്തെറിക്കുന്ന, സോളാർ പാനലുകൾ ഉൾപ്പെടെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നൊരു ഫിയർ സൈക്കോസിസ്, അതിന്റെ ഞെട്ടലിൽ നിന്ന് മോചനം നേടുന്നതിന് മുൻപ് തന്നെ 3-ാം ദിവസം തന്നെ ഏറിയൽ സോർട്ടീസ്, വൻതോതിലുള്ള വ്യോമാക്രമണങ്ങളാണ്. 100 കണക്കിന് ഇസ്രായേലി ഫൈറ്റർ ജെറ്റ്സ് തലങ്ങും വിലങ്ങും തെക്കൻ ലെബനനിൽ തലങ്ങും വിലങ്ങും പറന്ന് ഭീതി വിതയ്ക്കുകയും 100 കണക്കിന് ആളുകൾ, 100 കണക്കിനല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 240-ലധികം കാഷ്വാലിറ്റീസ് ആണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലെബനനിൽ സംഭവിച്ചത്. അത് അൺഅക്സെപ്റ്റബിൾ ഡാമേജസ് ആണ്. അപ്പൊ ലെബനൻ എന്ന രാജ്യത്തിന് യാതൊരു നിയന്ത്രണവുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഹിസ്ബുള്ള ലെബനന്റെ സർക്കാരിൽ പങ്കാളികളാണ്, ഒരു പൊളിറ്റിക്കൽ ഫോഴ്സാണ്, മിലിഷ്യയാണ്, ഒരു റിലീജിയസ് ഫോഴ്സാണ്, കൾച്ചറൽ ഫോഴ്സാണ്, എല്ലാമാണ്. പക്ഷേ ലെബനന്റെ തെക്കൻ ഭാഗം ഏതാണ്ട് പൂർണ്ണമായി കൈയടക്കി വെച്ചിരിക്കുന്നതും ഹിസ്ബുള്ളയാണ്. ഇറാന്റെ നിർലോഭമായ സഹകരണം ലഭിച്ചിരുന്ന ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ പേജറുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ വാർത്താവിനിമയ ഉപാധികൾ, അത് മാത്രമല്ല കമാൻഡ്, കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻ മെഷീനറി ആകെ താറുമാറായിരിക്കുന്നു. ആ ബലഹീന ഹിസ്ബുള്ളയ്ക്ക് ദൗർബല്യമുണ്ടായ ആ നിമിഷം നോക്കി പ്രഹരിക്കുന്ന ഇസ്രായേലിനെയാണ് കാണുന്നത്. ഇതൊരു ടാക്ടിക്കൽ സിറ്റുവേഷനാണ്. യുദ്ധം ഒരുപക്ഷെ 1 വർഷമാകുമ്പോൾ, ഇത് യോം കിപ്പൂർ വാറിന്റെ 50-ാം വാർഷികമാണ്. 73-ൽ നടന്ന യോം കിപ്പൂർ വാർ അതാണല്ലോ ഏറ്റവും അവസാനം അറബി ഇസ്രായേലി യുദ്ധം. ആ യുദ്ധത്തിന് ശേഷം കൃത്യം 50-ാം വർഷമാണ് ഒക്ടോബർ 7 2023-ൽ ഇസ്രായേലിനെതിരെ ഹമാസിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പൊ അത് 1 വർഷത്തിനുള്ളിൽ അത് നിർത്തണമെങ്കിൽ ഈ ഒക്ടോബർ 7 ആകാൻ പോകുന്നു. ഒരു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 2024 ഒക്ടോബർ 7 ആകും. അതിനു മുൻപ് ഒരു വഞ്ചി തിരുനക്കര തന്നെ കിടന്നാൽ പറ്റില്ല, ഒരു കരക്ക് അടുപ്പിക്കണം എന്നതുകൊണ്ട് ആ ഫൈനൽ പുഷ്, ഇസ്രായേലിന്റെ ഈ ചുറ്റുപാടുമുള്ള പ്രോക്സികളുടെ പ്രഹരശേഷി നശിപ്പിക്കാനുള്ള ഫൈനൽ പുഷ് എന്ന നിലയിലാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണം. അതുകൊണ്ട് 2 മുന്നണിയിൽ യുദ്ധം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായും നിഷ്കാസനം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഹമാസിന്റെ കേപ്പബിലിറ്റിയെ ഡെന്റ് ചെയ്തതിനു ശേഷം ഹിസ്ബുള്ളയ്ക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനുള്ള വാർണിംഗ് ആയിരുന്നു കഴിഞ്ഞ 1 മാസം മുഴുവൻ. ആ വാർണിംഗ് ഉണ്ടായിട്ട് പോലും നിരന്തരം ആക്രമണം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ പ്രത്യാക്രമണത്തിലൂടെ ഇസ്രായേൽ ഒരു മേൽക്കൈ നേടിയിരിക്കുന്നതായി നമുക്കിപ്പോൾ കാണാവുന്നതാണ്. നന്ദി ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്. ശ്രീ നിർമ്മൽ എബ്രഹാം കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്.